വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭരണങ്ങാനം പള്ളിയിലാണ്. അപ്പോൾ നമ്മൾ അൽഫോൻസമ്മയുടെ ഖബറും പിന്നെ മഠം വീട് അങ്ങനെ എല്ലാം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ പള്ളിയിലേക്ക് പോവാം. ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ തുടരെ കാണിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ആദ്യം കാണാൻ പോണത് അൽഫോൻസമ്മയുടെ ഖബറടാണ്. അത് കഴിഞ്ഞിട്ടാണ് മഠം കാണാൻ വേണ്ടി പോണേ. അപ്പോൾ ഈ പള്ളിയിലാണ് കേട്ടോ അൽഫോൻസമ്മയുടെ ഖബറട ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ ചേർന്ന് നമുക്ക് ഖബറടത്തിൽ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചെറിയ മഴക്കാരൊക്കെ ഉണ്ട്, ചെറുതായിട്ട് മഴ തോന്നുന്നുണ്ട്. ശക്തിയായിട്ടുള്ള മഴ കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയും നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ പറയും. ജോഷോ, ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഞാൻ ഭരണങ്ങാനത്തേക്ക് പറഞ്ഞത്. ഇതിനു മുമ്പൊക്കെ ഞാൻ ഓരോ നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ ഈ ഒരു വരവ് എന്ന് പറയുന്നത് അൽഫോൻസമ്മയുടെ പ്രത്യേക ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. സഹനങ്ങളുടെ അമ്മയാണ് അൽഫോൻസമ്മ. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സഹനങ്ങളും അമ്മയ്ക്ക് കാഴ്ചവെക്കാം. അമ്മയോട് നമുക്ക് പറയാം, അമ്മയെ എൻ്റെ സഹനങ്ങളൊക്കെ ഒന്ന് കൃപകളാക്കി തരണേ. അമ്മ നമ്മുടെ പ്രാർത്ഥന കേൾക്കട്ടോ. നമുക്ക് വേണ്ടി ചൂട് മധ്യസ്ഥം വയ്ക്കും. അതുപോലെ തന്നെ കുഞ്ഞു മക്കളോട് ഭയങ്കര വാത്സല്യമുള്ള അമ്മയാണ്. ഞാൻ ചച്ചുമോനും കുഞ്ഞിപ്പണിനൊക്കെ അമ്മയുടെ കല്ലറയെ കൊണ്ടിരുത്തി പ്രാർത്ഥിച്ചു. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയ സമയമായിരുന്നു അത്. അങ്ങനെ അമ്മയോട് നന്ദിയൊക്കെ പറഞ്ഞ് പുതിയ നിയോഗങ്ങളുടെ ലിസ്റ്റും കൊടുത്ത് നമ്മൾ പിന്നെ നേരെ പോയത് സ്റ്റോളിലേക്കാണ്. സ്റ്റോളിൽ നിന്ന് പിന്നെ കുറച്ച് കൊന്ത, കുരിശ്, അതുപോലെ തന്നെ കുറച്ച് പ്രാർത്ഥന പുസ്തകങ്ങൾ അതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് അമ്മ സഭാവസ്ത്രം സ്വീകരിച്ച പള്ളിയിലേക്കാണ് കേട്ടോ. അവിടെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു പള്ളിയാണ്. നമ്മൾ നേരത്തെ ഖബറടം കണ്ട പള്ളിയുണ്ടല്ലോ, ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ സഭാവസ്ത്രം സ്വീകരിച്ച പള്ളിയുള്ളത്. ഇപ്പം നമ്മൾ സഭാവസ്ത്രം സ്വീകരിച്ച പള്ളിയിലേക്കാണ് കേട്ടോ കാരണം അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. പിള്ളേർക്ക് ഞാൻ തൊപ്പിയൊക്കെ എടുത്തിട്ട് ഇറങ്ങിക്കണം. നമുക്ക് പള്ളിയുടെ അകത്തേക്ക് പോകാം. ഞാനിപ്പോൾ ഇതൊന്ന് പറയുമ്പോഴല്ലോ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്ര സന്തോഷത്തിലായിരുന്നു ഞാൻ ഈ നടന്നു പോയിക്കൊണ്ടിരുന്നത് മുഴുവൻ. ആ അൽഫോൻസമ്മ നടന്നു പോയ വഴികളാണ്. എനിക്ക് ഇതിനേക്കാളും വലിയ സന്തോഷം വേറെ കിട്ടാനില്ല. അമ്മയുടെ കൂടെ നടക്കുന്ന പോലെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അവിടെ എഴുന്നേറ്റ് പോരാനും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾക്കൊക്കെ പോകേണ്ടത് മാത്രം നമ്മളവിടുന്ന് വേഗം എഴുന്നേറ്റു. കുറേ നേരം അവിടുന്ന് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ പള്ളിയിൽ നിന്ന് പിന്നെ നേരെ പോകുന്നത് അൽഫോൻസമ്മ സിസ്റ്ററായിട്ട് ജീവിച്ച മഠത്തിലേക്കാണ്. ഇപ്പം മഠം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം നമ്മൾ നേരെ പോകുന്നത് മഠത്തിലേക്കാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റ് തിരിയുമ്പോൾ അവിടെ ഒരു ആല് കണ്ടില്ലേ, ആ ആലിൻ്റെ സൈഡിൽ കാണുന്ന ആ ഒരു മഠമാണ് അൽഫോൻസമ്മ സിസ്റ്ററായിട്ട് താമസിച്ച മഠം. അപ്പം നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. വാ. നിങ്ങൾ ആരൊക്കെ ഷാരോമിൽ അൽഫോൻസമ്മയുടെ സീരിയൽ വന്നിട്ട് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ അത് കിട്ടും. അതൊന്ന് കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം നമുക്ക് അൽഫോൻസമ്മയുടെ ലൈഫ് പക്കയായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചച്ചുമോനെ ക്യാരിങ് ആകുന്ന സമയത്ത് എന്നും ആ സീരിയൽ കാണുമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അൽഫോൻസമ്മ ഭയങ്കര ഇഷ്ടമാണ്. സീരിയലിൽ നമുക്ക് ശരിക്കും റിയലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു അൽഫോൻസമ്മയുടെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. നമ്മളിനി ഇപ്പം നേരെ പോകുന്നത് അൽഫോൻസമ്മയുടെ മുറി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇതിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് ശരിക്കും അൽഫോൻസമ്മയുടെ കൂടെ ഉണ്ട്. കാരണം ഈ ഭാഗത്തൊക്കെ പുള്ളിക്കാരി കുറേ നടന്നിട്ടുള്ളതാണ്. പുള്ളിക്കാരത്തിൻ്റെ പ്രാർത്ഥനയുടെ സ്വരങ്ങൾ മുഴങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പം നമ്മൾ ചെല്ലുന്നത് അൽഫോൻസമ്മ താമസിച്ച മുറിയിലേക്കാണ്. മുറിയോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അൽഫോൻസമ്മ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് അൽഫോൻസമ്മ വളർന്ന വീടാണ് കേട്ടോ. അപ്പോൾ ഈ വളർന്ന വീട് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അൽഫോൻസമ്മ എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം കാണിച്ചിട്ടുണ്ടെന്നുള്ളത്. അത് ഞാൻ ഇപ്പോൾ പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കാലിൽ നല്ല തിളച്ച വെള്ളം വീണിട്ട് കാല് പൊള്ളിയായിരുന്നു. അപ്പോൾ ഈ വെള്ളം വീണ സമയത്ത് എനിക്ക് ഓർമ്മ പോകുന്നത് അൽഫോൻസമ്മനെയാണ്. അതിൻ്റെ ഒരു ആൻസർ ഈ വീട്ടിലുണ്ട് കേട്ടോ. ഞാൻ അൽഫോൻസമ്മയോട് പ്രാർത്ഥിക്കാൻ കാരണം എന്ന് പറയുന്നത് അൽഫോൻസമ്മ ഈ സെയിം വേദന സഹിച്ച ഒരാളാണ്.
തന്റെ ബാഹ്യമായ സൗന്ദര്യം നഷ്ടപ്പെടുത്തി ഈശോയോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ഈ കനലിലൂടെ നടന്ന് കാല് പൊള്ളിച്ച് കാല് വികൃതമാക്കിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്റെ കാലിൽ തളച്ച വെള്ളം വീണപ്പോൾ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് ആദ്യം തന്നെ തോന്നിയത്. അമ്മയോട് ഞാൻ പറഞ്ഞ ഇത്ര മാത്രമുള്ള അമ്മ എന്റെ കാല് വികൃതമാക്കി തരല്ലേ എന്നുള്ളത്. എന്റെ കാല് കണ്ട് എല്ലാവരും പറഞ്ഞു ഇതിങ്ങനെ പാട് ഇങ്ങനെ തന്നെ ഉണ്ടാവും, പോവാൻ സാധ്യത കുറവാണെന്നത്. പക്ഷെ ഞാൻ അമ്മയിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു കേട്ടോ. ഇപ്പൊ എന്റെ 2 കാലം കണ്ടതിൽ ഏത് കാലാണ് പൊള്ളിയതെന്ന് വരെ കൺഫ്യൂഷനാണ്. കാരണം ഒരു പാട് പോലെ ഇല്ലാണ്ട് അമ്മ എനിക്ക് പൂർണ്ണ സൗഖ്യം ഈശോ നിന്ന് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഈ ഭാഗം ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത ഭാഗങ്ങളാണ് കേട്ടോ. ശരിക്കും അൽഫോൻസമ്മ ഉള്ള സമയത്ത് ഈ ഭാഗങ്ങളും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ അൽഫോൻസമ്മ ജീവിച്ച സമയത്ത് ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും ഒന്ന് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ മനോഹരമാണ്. നമുക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഓരോ കാര്യങ്ങളും. അൽഫോൻസമ്മ മരിച്ചു കിടക്കുന്നത്, അൽഫോൻസമ്മ ജനിച്ച ആ നാൾ മുതൽ മരിച്ചു വിശുദ്ധിയാവുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്തൊക്കെ സംഭവിച്ചു അതൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അൽഫോൻസമ്മ താമസിച്ച ആ മുറികളൊക്കെയാണ്. അപ്പോൾ ഈ മുറിയിലാണ് അൽഫോൻസമ്മ താഴെ കല്ലൊക്കെ വിരിച്ച് അതിൻ്റെ മീതെ മുട്ടുകുത്തി നിന്ന് ഈശോട് പ്രാർത്ഥിച്ചതൊക്കെ. അപ്പോൾ ആ മുറിയിൽ ശരിക്കും നല്ലൊരു ദൈവികത നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും കേട്ടോ. നല്ലൊരു പോസിറ്റീവ് എനർജി ഒക്കെയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കുറേ നേരം പ്രാർത്ഥിക്കാനായിട്ടൊരു അവസരം കിട്ടി. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ് കേട്ടോ. ഇതൊക്കെ അൽഫോൻസമ്മയുടെ പൂർവികരുടെ ഒക്കെ ഫോട്ടോസാണ്. ഈ അൽഫോൻസമ്മയുടെ അപ്പൻ്റെയും അമ്മയുടെയും ഫോട്ടോസ് ഉണ്ട്. പിന്നെ അൽഫോൻസമ്മയായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരുടെ ഒരുപാട് പേരുടെ ഫോട്ടോസ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ 3ാമത് ഭരണകാലം വരാനായിട്ട് കാരണമായ ആ ഒരു സ്ഥലത്തേക്കാണ്. അൽഫോൻസമ്മ തന്റെ കാല് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ആ ഒരു ചാരക്കുഴി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ അൽഫോൻസമ്മ കാല് പൊള്ളിച്ച ആ ഒരു ചാരക്കുഴി. അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അൽഫോൻസമ്മ വിവാഹാലോചനയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം സ്വന്തം ശരീരത്തെ വികൃതമാക്കാനായിരുന്നു ആ പ്രവൃത്തി ഇവിടെ ചെയ്തത്. അത് ഈശോയോടുള്ള സ്നേഹത്തിന്റെ പുറത്തായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അൽഫോൻസമ്മ ഈശോയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ സാധിക്കട്ടെ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം ടാറ്റ ബൈ ബൈ, സീ യു.